വളരെ കൃത്യമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ എന്താണ് വിഷയമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ദിവസവും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആക്രമണം ഇവിടെ ഉണ്ടായി. ആ ആക്രമണം എന്ന് പറയുന്നത് CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കാൻ വന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ക്രിമിനലുകളെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്, അത് ഇനിയും നേരിടും. അങ്ങനെ നേരിട്ടപ്പോഴുണ്ടായിട്ടുള്ള 308 സെക്ഷൻ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സഖാവായിട്ടുള്ള കബീറിനെ, നമ്മുടെ കുണ്ടങ്കാരെടുക്ക യൂണിറ്റ് കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള സഖാവ് കബീറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾ തെറ്റ് കാണുന്നില്ല. കാരണം ഒരു കേസിനകത്ത് പ്രതിയായിട്ടുണ്ടെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അറസ്റ്റ് ചെയ്ത രീതി, കബീറിനെ അവർക്ക് എവിടെ വേണമെങ്കിലും വെച്ച് അറസ്റ്റ് ചെയ്യാം. പക്ഷേ പാർട്ടി ക്ലബിനകത്ത് തന്നെ കയറി അറസ്റ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ആരും ഒരു ശബ്ദം പോലും പുറപ്പെടുവിച്ചില്ല. ഞങ്ങൾ അതിനെതിരായി പ്രതിഷേധിച്ചില്ല. കാരണം എന്താണ്? പ്രതിയായാൽ പിടിക്കും. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് കൊണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് എന്തും ചെയ്യാം എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഡിവൈഎഫ്ഐക്കാർ പ്രതികളായാൽ പോലീസ് പിടിക്കട്ടെ. പോലീസ് പിടിക്കുന്നതിൽ ഞങ്ങൾ എന്താ എതിർപ്പ് പ്രകടിപ്പിച്ചത്? ഞങ്ങൾ പ്രകടിപ്പിച്ചില്ല. പക്ഷെ പിടിച്ചു കൊണ്ടുപോയി രാത്രി ലോക്കപ്പിലിട്ടിട്ട് പറഞ്ഞു, നീ ഡിവൈഎഫ്ഐക്കാരനാണോടാ, നീ CPMകാരനാണോടാ എന്ന് ചോദിച്ച് നിലത്തിരുത്തി അവന്റെ കാലിൽ ചവിട്ടി നിന്ന് കാലുവെള്ളയിലേക്ക് ലാത്തി കൊണ്ടടിക്കാൻ മെൽബിൻ ജോസെ നിനക്ക് പ്രചോദനമായത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. നീ കരുതിയിരുന്നോ? നീ കുമ്പളക്കകത്ത് SI ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇതിന്റെ സംഘടനാ പ്രവർത്തനവുമായി ഇവിടെ തന്നെ കാണും. നമുക്ക് നേരിട്ട് കാണാം. പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിക്കാൻ നല്ല സുഖമായിരിക്കും മെൽബിനെ. ലോക്കപ്പിലിട്ട് മർദ്ദിക്കാൻ നല്ല സുഖമായിരിക്കും. കാരണം തിരിച്ചു കിട്ടില്ല. നീ ടൗണിനകത്തേക്ക് നിന്റെ യൂണിഫോം അടിച്ചു വെച്ചിട്ട് വാ, ഞങ്ങൾ നേരിടാം. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നത് എന്ന്. ഡിവൈഎഫ്ഐ സഖാക്കളെ ഭരണത്തിലിരിക്കുമ്പോ കൊണ്ടുപോയി ആക്രമിച്ചാൽ ഞങ്ങൾ നിശബ്ദരായിരിക്കും എന്നാണ് നീ ധരിക്കുന്നതെങ്കിൽ വിടാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ കബീറിന് ഞങ്ങൾ രാവിലെ പോകുമ്പോ കബീറിന് നടക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവിടെ കബീറിന്റെ കാലിന്റെ അടിയിൽ വെള്ളമൊഴിച്ചു വെച്ചിട്ട് അവനെ തുള്ളിക്കുകയാണ്, പോലീസ് ചാടിക്കുകയാണ്. എന്തിനാണ് ചാടിക്കുന്നത്? നടക്കാൻ പാകത്തിലാകാൻ ചാടിക്കുന്നു. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കൊണ്ടുപോയി. എന്നിട്ട് കോടതിയിൽ പോയപ്പോ ജഡ്ജിയുടെ മുമ്പാകെ കബീർ മൊഴി കൊടുത്തിട്ടുണ്ട്, മെൽബിൻ ജോസ് എന്നെ അടിച്ചിട്ടുണ്ട് എന്ന്. മെൽബിൻ ജോസ് എണ്ണിയിരുന്നു. നിന്റെ സ്റ്റാർ താഴെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്, നീ അടങ്ങിയിരുന്നോ, നീ സൂക്ഷിച്ചോ. കാരണം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും. ഞങ്ങൾ പറയുന്നു, കേരളത്തിനകത്ത് LDF ഭരിക്കുന്നു. 3ാം മുറ അവസാനിപ്പിച്ചത് LDF ആണ്. കേരളത്തിലെ പോലീസിനെ അഴിമതി മുക്തമാക്കിയത് LDF ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷെ ചില പോലീസുകാർ നായിയുടെ വാല് 10 കാലം കുഴലിലിട്ട് വെച്ചാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ നന്നാവില്ല, ഞങ്ങളെ അടിക്കണ്ടാച്ച എന്ന് പറയുന്ന നിലയിലേക്ക് ഈ മെൽബിൻ ജോസ് ഉൾപ്പെടെയുള്ള പോലീസുകാർ പോകുന്നു. പക്ഷെ പോലീസുകാർ ആലോചിക്കേണ്ടത്, പോലീസുകാർ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ കേസിൽ പ്രതിയാണെങ്കിൽ പിടിച്ചോ, പക്ഷെ അടിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അടിച്ചാൽ ഞങ്ങൾ അതിന് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് മെൽബിൻ ജോസ് അടിയന്തരമായും ഈ നടപടി അവസാനിപ്പിച്ചോളണം. അത് മാത്രമല്ല, നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ള CI മനോജ്, അദ്ദേഹം നല്ല ഓഫീസറാണ്. ഇവിടത്തെ ഗുണ്ടകളെ ഏകദേശം അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഓഫീസർക്ക് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും കൊടുക്കും. പോലീസുകാർ ഇപ്പൊ ചെയ്യുന്ന പണി ഞങ്ങൾക്കറിയാം. CIയെ കൂടി ഡിവൈഎഫ്ഐക്കെതിരാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇവിടത്തെ CIക്ക് പൂർണ്ണമായ പിന്തുണ ഈ യുവജന പ്രസ്ഥാനം കൊടുക്കും. പക്ഷേ മെൽബിൻ ജോസെ, നിന്റെ തമ്മാടിത്തരത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. CI നല്ല ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ആ CI നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട് എന്ത് കാര്യം? മഞ്ചേശ്വരത്തൊരു SI ഉണ്ട്, പ്രമോദ് എന്ന് പറയുന്ന താനി ചെറ്റയാണ്. ആ ചെറ്റയ്ക്ക് ഒരു പകരം ചെറ്റ കുമ്പളയിലുണ്ട്. അതാണ് മെൽബിൻ. പക്ഷേ ഈ 2 ചെറ്റകളും ഈ നാടിനെ കുളം തോണ്ടുകയാണ്. പക്ഷെ ഡിവൈഎഫ്ഐ വിടില്ല. ഇനി ഒരു സഖാവിനെ കൂടി കൊണ്ടുപോയി ആക്രമിക്കാനാണ് മെൽബിനെ നിന്റെ ധാരണയെങ്കിൽ നിന്റെ വീടൊക്കെ ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ എവിടെയാണ് നിന്റെ വീടെന്ന് ഞങ്ങൾക്കറിയാം. അവിടെയും ഞങ്ങളുടെ സഖാക്കളുണ്ട്. ഓർത്ത് കളിച്ചോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സഖാക്കളെ ആക്രമിക്കാനുള്ള ഈ മാനസികാവസ്ഥ നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ പ്രതിഷേധ യോഗം
ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.